കണ്ണൂർ അയ്യങ്കുന്നിലിറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ആന നിലവിൽ വനാതിർത്തിയുടെ 1.5 കിലോമീറ്റർ അകലെയാണുള്ളത്. ആന തിരികെ കാട്ടിൽ കയറുന്നതുവരെ പെട്രോളിംഗ് തുടരാനാണ് തീരുമാനം. അപ്പുറത്ത് മുറ്റത്തോട്ട് ഇതെന്താ പണി? ഇത്രയും വലിയ ആന മിണ്ടല്ലേ, അതിന് ദേഷ്യം പോലെ ഇങ്ങോട്ട് വരും. അമ്മ എന്തൊരു വലുതായത്. ദൃശ്യമുണ്ട് വിവരങ്ങൾ നൽകാനായി. ദൃശ്യ, ആന പൂർണ്ണമായും റബ്ബർ തോട്ടത്തിൽ നിന്നും പിൻവാങ്ങിയോ? RRT ഈ ആനയെ നിരീക്ഷിക്കുകയാണോ ഇപ്പോൾ? അജി, നിലവിൽ ഇന്നത്തേക്ക് കാട്ടാനയെ തുരത്തുന്ന ദൗത്യം ഇന്നത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ അയ്യൻകുന്നിൽ നാളെ വൈകിട്ട് 6 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ 6, 7, 9, 11 വാർഡുകളിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആന ഇപ്പോൾ നിലവിൽ വനാതിർത്തിയുടെ 1.5 കിലോമീറ്റർ അകലെയാണുള്ളത്. ഈ ആന തിരികെ കാട്ടിൽ കയറുന്നത് വരെ അവിടെ ഈ RRTയുടെ ഈ പെട്രോളിംഗ് അടക്കം, പോലീസിന്റെ അടക്കം പെട്രോളിംഗ് തുടരുന്നുണ്ട്. ഇന്ന് താൽക്കാലികമായി നിർത്തിവെച്ചതാണ്. നാളെ വൈകിട്ട് 6 വരെ അവിടെ ഈ 4 വാർഡുകളിൽ, അയ്യൻകുന്ന് പഞ്ചായത്തിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മുതലാണ് കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഈ കാട്ടാന ഇറങ്ങിയ ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് താൽക്കാലികമായി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഈ പ്രദേശത്ത്, അയ്യൻകുന്ന് ഈ അടക്കമുള്ള കരിക്കോട്ടക്കരി അടക്കമുള്ള പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം കണ്ടത്. ആ സമയത്ത് തന്നെ ഈ വനവകുപ്പിനെയൊക്കെ അറിയിച്ചിരുന്നു നാട്ടുകാർ. എന്നാൽ പിന്നീട് കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. പിന്നെ ഇന്ന് വൈകിട്ടോടെ വീണ്ടും തുരത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും അവിടെ ആ പ്രദേശത്തുള്ള വീടുകൾക്കടക്കം ഈ വീടുകൾക്ക് അപകടം സംഭവിക്കുന്ന തരത്തിലേക്ക് പോവുകയുമായിരുന്നു. ഇപ്പോൾ നിലവിൽ വനാതിർത്തിയുടെ 1.5 കിലോമീറ്റർ അകലെയാണ് ആനയുള്ളത്. തിരികെ കാട്ടിലേക്ക് കയറുന്ന സമയം വരെ ഈ പട്രോളിംഗ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതനുസരിച്ച് 4 വാർഡുകളിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അജി, ശരി. ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ